ഗൈസ്, വെൽക്കം ബാക്ക് ടു നോട്ട് എ കറുകൈ പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മളോട് ഉള്ളത് ജോർജ് ആണ്. വെൽക്കം ജോർജ്. താങ്ക് യു. അപ്പം ജോർജിന് കുറച്ച് കാഴ്സ് ഉണ്ട്. അവന്റെ വണ്ടികളുടെ ഓണർഷിപ്പ് എക്സ്പീരിയൻസ്, അവന്റെ ഹോൾ ഡ്രൈവിംഗ് എക്സ്പീരിയൻസസിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ പോഡ്കാസ്റ്റിലൂടെ സംസാരിക്കാം. യൂഷ്വലി ഇത് ഓഡിയോ ആണ് നമ്മൾ ചെയ്യാറ്, പക്ഷെ ഈ പ്രാവശ്യം നമ്മൾ ഒരു രസത്തിന് വീഡിയോ കൂടെ ചെയ്യാം. വെറൈറ്റി നമ്മളൊന്ന് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം എടാ, നീ ഏതൊക്കെ വണ്ടികളാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ആദ്യം കൈവച്ചത് പണ്ടത്തെ ഓൾട്ടോ ഉണ്ടല്ലോ, ഓൾട്ടോയാണ് ഏറ്റവും ആദ്യം ചെറുതായിട്ട് ആദ്യമേ ഇങ്ങനെ ഫസ്റ്റ് ഗിയറിലിട്ട് എടുത്തൊരു വണ്ടി അതാ. അത് കഴിഞ്ഞിട്ട് പ്രോപ്പർലി റോട്ടിലിറക്കി മരിക ഓടിച്ചു തുടങ്ങിയ വാഗനാർ, ഇതെല്ലാം ഓരോ അങ്കിളുമാർ അല്ലെങ്കിൽ കസിൻസ് ആരിലൊക്കെ വരുമ്പോൾ കൊണ്ടുവരുന്ന വണ്ടികളാണ്. നമുക്ക് ആദ്യം കാർ ഉണ്ടായിരുന്നില്ല. അപ്പം ഇങ്ങനെ ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്ത് പുറത്തിറങ്ങി അങ്ങനെയാണ് പഠിച്ചത്. വാഗനാറിലാണ് ശരിക്കും ഓടിക്കാൻ പഠിച്ചത്. ഇപ്പം ഒത്തിരി കാറുകൾ നമ്മളങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ ഓടിച്ചിട്ടില്ല. ഞാൻ ശരിക്കും ഓടിച്ചിട്ടുള്ളത് പോളോ നല്ലപോലെ ഓടിച്ചിട്ടുണ്ട്, ഫിയസ്റ്റ ഫ്രണ്ട്സിന്റെ വണ്ടികളാണ് ഇതൊക്കെ. ഫിയസ്റ്റ നല്ലപോലെ ഓടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് കൂടുതലും ഓടിച്ചേക്കുന്നത്. ഇപ്പൊ കറന്റ്ലി യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് എസ് ക്രോസ് ആണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. 1.3 യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. അതൊരു 2015 മേടിച്ചതാ നമ്മള്. ഒരു 10 years ആയിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസാ. മോസ്റ്റ്ലി ബൈക്കാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ കാറിലേക്ക് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നത്. പക്ഷെ കാറിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ കാറിൽ തന്നെയായിരുന്നു സ്ഥിരം. അതെ. എടാ, നീ ഡ്രൈവിംഗ് ആ ഒരു എൻതൂസിയാസം കൊണ്ട് അതിലേക്ക് വന്നതാണോ, അതൊരു നെസസിറ്റിയുടെ ഭാഗമായിട്ട് പഠിച്ച് വന്നതാണോ? എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ഭയങ്കര ക്രേസ് ഉണ്ടായിരുന്നില്ല ശരിക്കും. പക്ഷെ ഞാൻ പഠിച്ച് വൺസ് നല്ലപോലെ അങ്ങ് യൂസ്ഡ് ആയി കഴിഞ്ഞപ്പം ഇച്ചിരി ഭ്രാന്തായി തുടങ്ങിയായിരുന്നു വണ്ടി ഓടിക്കാൻ. പക്ഷെ ബേസിക്കലി എന്ന് പറഞ്ഞാൽ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഞാൻ ഇങ്ങനെ തൂത്ത് തുടച്ച് മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പോകുന്ന ഒരാളല്ല. പക്ഷെ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ലപോലെ റാഷ് ഡ്രൈവ് ചെയ്ത് ഓടിക്കും, നല്ലപോലെ വണ്ടിയുടെ പവർ ഫുള്ള് എൻജോയ് ചെയ്യും, പവർ ഫുള്ള് ഫീൽ ചെയ്യും നല്ലപോലെ. അങ്ങനത്തെ ഒരു ആളാ ശരിക്കും. വണ്ടിയിൽ എന്താ പറയുന്ന പയ്യെ ഇപ്പൊ കുറച്ച് പുല്ലുകളൊക്കെ നിൽക്കുവാണെങ്കിൽ വണ്ടി പോറാതെ പോകണം, അങ്ങനെയൊന്നും കെയർ ചെയ്യുന്ന ഒരാളല്ല. അടിച്ച് മിന്നിച്ച് കയറി പോവാ അങ്ങനത്തെ ഒരു. ശരി, അതുപോലെ തന്നെ മെയിൻറ്റെയിനും ചെയ്യും. അതായത് നീ അത്യാവശ്യം നല്ലോണം യൂസ് ചെയ്യും. വണ്ടി അങ്ങനെ തട്ടൊന്നുമില്ല, തട്ടാതെയാണ് കൊണ്ടുനടക്കുള്ളൂ. പഠിച്ചതിന്റെ ഒരു കൂടെ ഇരുന്ന് പഠിപ്പിച്ചവരുടെ ഒരു ഗുണമാണ് ശരിക്കും അത്. എടാ, ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ എന്ന് പറയുമ്പോഴത്തേക്ക്, എങ്ങനെയാ നീ പഠിച്ചത്? അതായത് ഇപ്പൊ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിക്കുവാണോ, അതോ അങ്കിൾമാരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ട് പഠിക്കുവായിരുന്നോ? എങ്ങനെയാ, ഹൗ ഡിഡ് യു ഗെറ്റ് ഇൻ ടു ഡ്രൈവിംഗ്? അത് കട്ട വിറ്റ. അത് ആക്ച്വലി ഞാൻ ഓൾട്ടോ എന്ന് പറഞ്ഞില്ല, ഞാൻ ആക്ച്വലി പണ്ട് ഏറ്റവും ആദ്യം ഓടിച്ചു എന്ന് പറഞ്ഞത് അത് ഒരു ചേട്ടൻ മേടിച്ചതായിരുന്നു, കസിൻ ചേട്ടൻ. പുള്ളിക്ക് ആക്ച്വലി വണ്ടി ഓടിക്കാൻ അറിയില്ല. പുള്ളി പഠിച്ച് തൊട്ടങ്ങനെ ഉള്ളൂ. പുള്ളി എങ്ങനെയൊക്കെയോ ഒരു 3 കിലോമീറ്റർ വണ്ടി ഓടിച്ച് എന്റെ വീട്ടിൽ വന്നു, അടുത്ത ആള്. അപ്പൊ എന്നിട്ട് പുള്ളി എനിക്ക് കോൺഫിഡൻസ് കൊടുത്ത് പുള്ളിനെ പഠിപ്പിക്കാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഞാനായി. എനിക്ക് ഭയങ്കര അറിയില്ല. അപ്പൊ എന്നിട്ട് ഞാൻ പുള്ളിയുടെ കൂടെ കയറിയിരിക്കും. നമ്മൾ ഫുള്ള് റോഡിൽ ട്രാഫിക് ബ്ലോക്ക് ഫുള്ള് ഉണ്ടാക്കും. ഫുൾ കോൺഫിഡൻസ് നമുക്ക് പോയിട്ട് തിരിച്ചു വരും. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്നിട്ട് പുള്ളിയുടെ ആ വണ്ടി തന്നെയാണ് ഞാൻ പയ്യെ ഓടിച്ച് പയ്യെ ഒന്ന് ഓടിച്ച് പഠിച്ചത്. ഇപ്പൊ ആക്ച്വലി വണ്ടി നല്ലപോലെ ഓടിച്ചു തുടങ്ങി. ഇപ്പൊ നല്ലപോലെ ഓടിക്കാൻ അറിയാം. നമുക്ക് അത്യാവശ്യം നല്ല ദൂരത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല. നീ ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടി എന്താ? It can be a car or a bike or anything. ഞാൻ ആക്ച്വലി ഫസ്റ്റ് മേടിച്ചത് മറ്റേ കഫേ റേസർ എന്ന് പറഞ്ഞിട്ട് റോയൽ എൻഫീൽഡിന്റെ GT 535 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് മറ്റേ സിംഗിൾ സീറ്റർ എന്നുള്ള ഒരു സംഭവം ഇറങ്ങിയൊരു ബൈക്കായിരുന്നു ആ ടൈമില്. അപ്പൊ നമ്മളന്ന് മറ്റേ എന്താ പറയുന്നത്, ആൽഫമീലല്ല, പക്ഷെ നമ്മളന്ന് മറ്റേ ഗേൾ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ മറ്റേ ഇതടിക്കുമല്ലോ, അപ്പൊ അങ്ങനെ കണ്ട് ഭയങ്കര ക്രേസ് തോന്നി മേടിച്ചൊരു ബൈക്കായിരുന്നു. അത്യാവശ്യം നല്ലപോലെ നമ്മള് കറങ്ങിയിട്ടുണ്ട് വണ്ടിക്ക്. അത്യാവശ്യം ഇപ്പൊ നമ്മള് കൊച്ചി, മുംബൈ അങ്ങനെയൊക്കെ ഫുള്ള് നമ്മൾ കറങ്ങി വന്നിട്ടുണ്ട്, ബൈക്ക് ഓടിച്ച് പോയി വന്നിട്ടുണ്ട്. എന്റെ ഒരു ക്ലോസ് ഫ്രണ്ടിന്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഇപ്പോഴും പുള്ളിയുടെ ഒരു GT 535 മറ്റേ ബ്രിട്ടീഷ് റേസിംഗ് ഗ്രീൻ, ഒരു സ്പെഷ്യൽ എഡിഷൻ പോലെ ഇറങ്ങിയൊരു യെല്ലോ ആയിരുന്നു. യെല്ലോ നമ്മൾ ഇറക്കിയത് ഫസ്റ്റ് രക്ഷയിലായിരുന്നു. കാർ ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് കാർ എസ് ക്രോസ് തന്നെയാണ്. അത് GT ആ കോണ്ടിനെന്റിൽ വാങ്ങിച്ചു, അത് നീ വിറ്റു, അത് കഴിഞ്ഞിട്ടാണ് GT? അല്ല, അത് കഴിഞ്ഞിട്ടാണ് കാറിലേക്ക് വന്നത്. കാർ ചേട്ടന്മാരായിട്ടാണ് ആക്ച്വലി മേടിച്ചത്. ഞാനായിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് മേടിച്ചൊരു കാറല്ല. കുഞ്ഞേട്ടന്റെ കല്യാണ ടൈമില് നമ്മളൊരു വണ്ടിയൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കുന്ന ടൈമിലാണ്
കാർ ഇത് ചെയ്തത്. അപ്പൊ നമ്മളൊരു 10 lakhs ബഡ്ജറ്റ് ഒക്കെ വെച്ചു. 10 lakhs ബഡ്ജറ്റ് വെച്ച് നമ്മൾ നോക്കുന്ന ടൈമിലാണ് നമ്മുടെ മറ്റേ ഫിയസ്റ്റയുടെ വണ്ടി ഉണ്ടല്ലോ, ഫോർഡ് ഫിയസ്റ്റ, പിന്നെ ഫോർഡിന്റെ തന്നെ എക്കോ സ്പോർട്ട്, പിന്നെ എസ് ക്രോസ്, ഡസ്റ്റർ കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരുന്നു ആ ടൈമിൽ. ഒരു 15 above അങ്ങോട്ട് ഡസ്റ്ററിനൊന്ന് ഉണ്ടായിരുന്നു നോക്കിയപ്പോ. അപ്പം നമ്മൾ നോക്കിയ ടൈമിൽ എസ് ക്രോസിന്റെ ഇത് ടോപ്പ് വേരിയന്റ് അല്ല, 1.3യുടെ തന്നെ സീറ്റ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ആൽഫയ്ക്ക് എനിക്ക് മറ്റേ DRലൊക്കെ ഉണ്ടല്ലേ? ആൽഫ ഇച്ചിരി കൂടെ അതായത് മറ്റേ വൈപ്പറൊക്കെ ഓട്ടോമാറ്റിക് ഇത് പരിപാടികൾ അങ്ങനത്തെ, പിന്നെ ലെതർ സീറ്റ്സ് ആണ് ഫുള്ള് കൊടുത്തേക്കുന്നത്, കവറിങ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. നമ്മുടെ അടുത്തൊരു 1.6 ഉണ്ടായിരുന്നു ആൽഫ. അപ്പം അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് DRലും കുറച്ച് സീറ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. സീറ്റൊക്കെ പവർ അത്യാവശ്യം നല്ല വേരിയേഷൻ ഉണ്ട്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തത് 1.6 ആണ്. 1.6 ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് 10 ആയിരുന്നു ബഡ്ജറ്റ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ വണ്ടി നമ്മൾ എടുക്കുന്ന ടൈമിൽ നമുക്കൊരു 11.5 ആയി ഓൺ റോഡ് ആയി. 1.3ക്ക് തന്നെ 1.6ന്റെ നമ്മൾ നോക്കുന്ന ടൈമിൽ അതിന് പിന്നെ ഒരു 1.5 ലക്ഷം രൂപ പിന്നെയും എക്സ്ട്രാ ആവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ പിന്നെ ഓപ്ഷൻ വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷെ ഓടിക്കാൻ ഒരു രക്ഷയില്ലായിരുന്നു. 1.6 നമ്മൾ എന്താ പറയുക, ഞാൻ മറ്റേ എന്താ ഷോറൂമിലുള്ള ആളെടുത്ത് ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ 1.6 എടുക്കൂല, എന്നെ കൊണ്ട് വെറുതെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യിപ്പിക്കല്ലേ, എനിക്ക് പറ്റാതായി പോകുന്ന പറഞ്ഞു. ഇല്ല സാർ ഒന്ന് ഓടിച്ചു നോക്കുന്ന പറഞ്ഞ് ഓടിപ്പിച്ചതാണ്. അവസാനം ബഡ്ജറ്റും സെറ്റ് ആയില്ല, നമ്മൾ അതുകൊണ്ട് 1.3ലേക്ക് അങ്ങ് ഒതുങ്ങി. പക്ഷെ നല്ല വണ്ടി കേട്ടോ. 1.3 ആണെങ്കിൽ അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള പവറും ഹാൻഡ്ലിങ്ങും ഒക്കെ ഉണ്ട്. ഓണർഷിപ്പ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അതായത് മെയിന്റനൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വണ്ടിയുടെ? വണ്ടി കോസ്റ്റ് ആയിട്ടുണ്ട്. വണ്ടി ഇതുവരെ റോട്ടി കിടത്തിയിട്ടില്ല കേട്ടോ. ഒരു തവണ പോലും പുള്ളി നമ്മളെ റോട്ടി കിടത്തിയിട്ടില്ല. ആകെ മൊത്തം എനിക്ക് കിട്ടിയേക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കം വന്ന ടൈമില്ലേ, വെള്ളപ്പൊക്കം വന്ന ടൈമിൽ ഞാൻ മറ്റേ വെട്നല സൈഡില് റോട്ടിൽ പോകുന്ന ടൈമില് മറ്റേ ഫുള്ള് വെള്ളം കിടക്കുക. അപ്പൊ നമുക്ക് മുമ്പിലേക്ക് പോയേ പറ്റുള്ളൂ, പുറകില് ഫുള്ള് ക്യൂവാ. അപ്പൊ മുമ്പിലേക്ക് രണ്ടും കൽപ്പിച്ചെടുത്തപ്പോ അതിന്റെ അകത്ത് മറ്റേ ആ മടലോ ഏതാണ്ടൊക്കെ കിടക്കണ്ടായിരുന്നു. അപ്പൊ അത് വണ്ടിയുടെ അടിയിൽ ഇടിച്ച് അതിന്റെ ആ കവറിങ് ഉണ്ടല്ലോ അടിയിലത്തെ, അത് പൊട്ടിപ്പോയി. അതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ആകെ മൊത്തം കിട്ടിയിട്ടുള്ള ഒരു പണി. അതല്ലാതെ മെയിന്റനൻസ് കോസ്റ്റ്, സർവീസ് കോസ്റ്റ് ഒന്നും വലിയ. യൂഷ്വലി സർവീസിന് എന്തൊക്കെയാ? ഇപ്പൊ എത്ര കിലോമീറ്റർ ആയി വണ്ടി? ഇപ്പൊ ഒരു 1,30,000 130 ആയിട്ടുണ്ട് ഇപ്പൊ. മേജർ സർവീസ് മറ്റേ വണ്ണിന്റെ മേജർ സർവീസും കഴിഞ്ഞു. മേജർ സർവീസ് വന്ന് 1 lakhിലാണ് വന്നത്. അതല്ലാതെ നമ്മള് ആദ്യമൊക്കെയാണ് ഷോറൂമിൽ കൊണ്ട് ചെയ്തോണ്ടിരുന്നത്. പക്ഷെ എനിക്ക് ഷോറൂമിൽ നിന്ന് അത്ര നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടാത്തത് കൊണ്ട് നമുക്ക് അറിയാവുന്ന ഒരു മെക്കാനിക്കിനെ കിട്ടിയപ്പോ പുള്ളിയുടെ അടുത്താണ് പിന്നെ വണ്ടി സർവീസ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നത്. കുഴപ്പമില്ല, നമുക്ക് വലിയ കോസ്റ്റ് ഒന്നും എനിക്ക് വന്നിട്ടില്ല. ഒരു നോർമൽ സർവീസിനൊക്കെ എങ്ങനെയാ കോസ്റ്റ് വരുന്നത്? നോർമൽ സർവീസിന് അത്യാവശ്യം എന്തെങ്കിലും പാർട്സ് ഒക്കെ മാറി വരുവാണെങ്കിലാണ് 7,000 8,000 എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ഓയിൽ ഫിൽറ്റർ, എയർ ഫിൽറ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 4,000-5,000 രൂപയൊക്കെ പരിപാടി നിൽക്കും. അങ്ങനെ വലിയൊരു കയ്യിൽ നിന്ന് ഫണ്ട് പോകുന്നതായിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഒരു എന്നെ എന്താ പറയുന്നത്, കുറെ നാളുകൾ കൊണ്ട് ഞാൻ റിഗ്രറ്റ് ചെയ്യാത്ത 2 ഡിസിഷൻസ് ആണ്. ഒന്ന് കഫേ റേസർ എടുത്തതും ഈ കാറ് ഇത് ഓപ്റ്റ് ചെയ്ത്. ആകെ മൊത്തം 2 വണ്ടിയെ മേടിച്ചിട്ടുള്ളൂ. ഭയങ്കര ഹാപ്പിയാണ്, നല്ല എക്സ്പീരിയൻസ്. ഈ എസ്ക്രോസിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൂടെ ഉണ്ടായിരുന്നേ നന്നായിരുന്നു എന്നൊക്കെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? എസ്ക്രോസ് ഞാൻ ശരിക്കും ഈ ഒരു മോഡൽ മേടിക്കാൻ ഉദ്ദേശിച്ചത് തന്നെ ബഡ്ജറ്റ് എന്നുള്ളൊരു സംഭവം മാത്രമല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റേ ഈ റേസിംഗ് വണ്ടികളുടെ പുറത്തൊക്കെ ഉള്ള മറ്റേ കാർ റേസിംഗിന്റെ റാലി റേസിംഗിന്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ വണ്ടിയുടെ മുമ്പിലേക്കുള്ള ഒരു ഇത്. അപ്പൊ ഇത് മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല അടിപൊളിയായിരിക്കും എന്നുള്ളൊരു ഫീല് വന്നത് കൊണ്ടാണ് ഞാൻ ശരിക്കും മേടിച്ച് നമ്മൾ ഈ വണ്ടി ഓപ്റ്റ് ചെയ്ത് ഇതിന്റെ അകത്ത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറെ ആൾക്കാരോട് സംസാരിക്കുന്ന ടൈമിൽ നമ്മൾ ഇൻ കേസ് എങ്ങനെ റീസെയിൽ രീതിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ടാവും, നമ്മൾ മോഡിഫിക്കേഷൻ പരിപാടികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചാൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ആ സ്റ്റോക്ക് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തേക്കുന്നത് കൊണ്ടുപോയത്. ഇനി നിനക്ക് ഇതിനകത്ത് മോഡിഫിക്കേഷൻ പോലത്തെ സാധനങ്ങൾ പ്ലാൻ ഉണ്ടോ? എനിക്ക് അലോയ്സ് മാറ്റുന്നുണ്ട്, വണ്ടി ട്യൂൺ ചെയ്യണമെന്നുണ്ട്, കുറച്ചും കൂടി ഒന്ന് പവർ പിക്കപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. കാരണം ഇപ്പൊ വാറന്റി പീരീഡ് അങ്ങനെയൊന്നും ഇല്ല, 10 വർഷം കഴിഞ്ഞല്ലോ വണ്ടിയുടെ. ഇപ്പൊ വേറെ ഇഷ്യൂസ് ഒന്നും ഇതിന്റെ കെയർഫുൾ ആയിട്ട് കുഴപ്പമില്ലാത്ത ട്യൂണിങ്സ് നമുക്ക് കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ്. നല്ല ട്യൂണിംഗ് പൊട്ടൻഷ്യൽ ഉള്ള വണ്ടിയാണ്. അതായത് 1.3 DDS എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഡീസന്റ് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടിനെ പുഷ് ചെയ്യാൻ പറ്റും. നിനക്ക് ഇപ്പൊ വേണമെങ്കിൽ മീൻഡോ കോളറോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറുവാണെങ്കിൽ വീണ്ടും പുഷ് ചെയ്യാൻ പറ്റും. പക്ഷെ റിലയബിൾ ആയിട്ടുള്ളൊരു എഞ്ചിനും ആണ് അത്. മൈലേജിലും ഇത് വരുമല്ലേ? മൈലേജിൽ ഡിപ്പെൻസ്. നമ്മളിപ്പം
നല്ല പവർ ഉള്ള വണ്ടി നമ്മൾ കൂടുതൽ പവർ കിട്ടാൻ വേണ്ടി നമ്മൾ നല്ലോണം ത്രോട്ടിൽ കൊടുക്കും. ഈ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് മൈലേജ് എന്താണെങ്കിലും കുറവായിരിക്കും. നേരെ മറിച്ച് നമ്മൾ സമാധാനപരമായിട്ട് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ളൊരു ഫ്യൂൽ എക്കണോമി വണ്ടി തരും. സമാധാനപരമായിട്ട് ഓടിച്ചു തുടങ്ങിയിട്ട് 2 കൊല്ലം ആയിട്ടുള്ളൂ. അതുവരെ വെടിയും മിന്നലായിരുന്നു ഫുള്ള്. അതുകൊണ്ട് അത് അങ്ങനെയാണല്ലോ ഉണ്ടാവുക. അപ്പം എക്സ്ക്രോസിന്റെ ഒരു എന്താ നമ്മൾ നേരത്തെ ചോദിച്ചത് നീ ആൻസർ ഏകദേശം പറഞ്ഞില്ല. എന്തെങ്കിലും ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അതിനകത്ത് ഇത് കൂടെ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എനിക്ക് ആകെ മൊത്തം തോന്നിയിട്ടുള്ളത് പവർ കുറച്ചും കൂടെ വേണം എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത് 1.6 ഓടിച്ചിട്ടുള്ളത് കൊണ്ടാണ് എനിക്ക് ആ ഫീൽ വന്നത്. പിന്നെ ഞാൻ ഓടിച്ചിട്ടുള്ളത് നമ്മൾ 1.6 പോളോ ഓടിച്ചിട്ടുണ്ട്, 1.5 പോളോ ഓടിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസും നമുക്ക് ആ ഫീൽ അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ എക്സ്പ്ലോസ് ഓടിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു പവർ കിട്ടുവാണെങ്കിൽ പിക്കപ്പ് അങ്ങ് വണ്ടി കയറിക്കോളും എന്നുള്ളൊരു ഇത് വരുന്നത്. അല്ലാതെ മേജറായിട്ട് എനിക്ക് വേണം എന്ന് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് അങ്ങനെ ഞാൻ ടോട്ടലി ഹാപ്പിയാണ് വണ്ടിക്കകത്ത്. ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പൊ നമ്മൾ സംസാരിച്ച് എക്സ്ക്രോസിന്റെ എന്തെങ്കിലും അഡീഷണലി നിനക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണല്ലോ. അതുപോലെ ഇപ്പൊ എക്സ്ക്രോസിനകത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? എനിക്ക് ഹാൻഡ്ലിങ് നല്ല ഇതായിട്ട് തോന്നിയിട്ടുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ. ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോ തന്നെ നമ്മൾ മറ്റേ ഫോർഡിന്റെ മറ്റേ വണ്ടി ഉണ്ടല്ലോ എക്കോസ്പോർട്ടും മറ്റേ ഫിയസ്റ്റ ഒക്കെ ഞാൻ ഓടിക്കുന്ന ടൈമിൽ എനിക്ക് കിട്ടിയൊരു ഇതിനേക്കാളും കൂടുതൽ വണ്ടി കയ്യിലിരിക്കുന്നുണ്ട്, പെട്ടെന്ന് നമുക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്, കൺട്രോളിൽ ഉണ്ടെന്നുള്ളൊരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിന്റെ അകത്ത്. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട്. അതുകൊണ്ടാണ് എനിക്ക് വേറെ ഫീച്ചേഴ്സ് ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു ഇതും കൂടെയും തോന്നിയത് ഇതിന്റെ അകത്ത്. ഓക്കെ. ഇനി നീ ഇപ്പം എക്സ്ക്രോസ് നമ്മൾ എനിക്ക് സെല് ചെയ്യുവാണ്, അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഏതെങ്കിലും വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ തോട്ട്സ് ഒക്കെ എങ്ങനെയാ നിന്റെ? എനിക്ക് മറ്റേ വിർച്ചസ് എന്ന് പറയുന്ന വോക്സ് വാഗന്റെ അത് ഇഷ്ടമാണ് വണ്ടി. 1.5 ആണോ 1 ലിറ്റർ ആണോ? അയ്യോ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനെ കുറിച്ച് ഒത്തിരി എനിക്ക് വണ്ടി കണ്ട് എനിക്ക് വണ്ടി ഒക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വണ്ടിയാണ് വിർച്ചസിന്റെ വരുന്നത്. ഒരു തവണ കയറിയിട്ടേ ഉള്ളൂ വണ്ടിക്ക്. ഒരു തവണ ഫ്രണ്ടിന്റെ വണ്ടി ഉണ്ട്, അപ്പൊ അങ്ങനെ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ടോ കേട്ടിട്ടുള്ളത് വെച്ച് നല്ല എക്സ്പീരിയൻസ് ആണ് എല്ലാവരും എടുത്തിട്ടുള്ളവര് പറഞ്ഞേക്കുന്നത്. ഞാനും കുറച്ച് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നു. എനിക്കും 1 ലിറ്റർ ആണെങ്കിലും 1.5 ആണെങ്കിലും നൈസാ. 1.5 ആണ് കുറച്ചുകൂടെ നല്ലത്. പക്ഷെ ഒരു ട്യൂണിംഗ് പൊട്ടൻഷ്യലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ 1.5 ഇപ്പൊ മറ്റേ ഈസി ഒന്നും അൺലോക്ക് ആയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അതിന് ഉണ്ട്. ഓക്കെ. അപ്പൊ അതാണ് നിന്റെ ആസ്പിറേഷണൽ ബൈക്ക് അല്ലേ? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പറയുകയാണെങ്കിൽ. അല്ലാതെ വേറെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവില്ല. സ്വപ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഡ്രീം ഗാരേജ് അങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടോ? എനിക്ക് പോർഷെ 911 ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്താ പറയുന്നത്, എനിക്ക് രണ്ട് സ്വഭാവം ഉണ്ടെന്ന് അറിയില്ല. അതായത് ഒന്ന്, നമുക്ക് നല്ലപോലെ റാഷ് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ SUV ടൈപ്പ് ഒരു വണ്ടി വേണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമാണ്. രണ്ട്, അത്യാവശ്യം നല്ല നീറ്റ് റോഡിൽ അത്യാവശ്യം നല്ലപോലെ കത്തിച്ച് എന്താ പറയുന്നത്, ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഫീൽ ഉള്ള വണ്ടികളുണ്ട്. ഇപ്പൊ 911 അല്ലെങ്കിൽ വേറെ അങ്ങനത്തെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടികൾ, അത് ഓടിക്കണം പിന്നെ ഭയങ്കര ആഗ്രഹം ഉണ്ട്. അതില് കുറച്ചും കൂടി നമുക്ക് റീസണബിൾ ആയിട്ട് മേടിക്കാൻ പറ്റാത്ത സംഭവം പറയുകയാണെങ്കിൽ A ക്ലാസിന്റെ ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ ബെൻസിന്റെ. പക്ഷെ അതിന് ഇവിടെ റീസണബിൾ പ്രൈസ് ആണെന്ന് വെച്ചാൽ മറ്റേ 45 ഒക്കെ എടുക്കാൻ നേരത്തൊരു നല്ല പ്രൈസ് ആകും അതിനാണെങ്കിൽ. നിങ്ങളെല്ലാം യൂറോപ്പിലോട്ടൊക്കെ മൂവ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഈ പറയുന്ന ഒരു 150 ഡീസന്റ് ആയിട്ടുള്ളൊരു 992 ഒക്കെ കിട്ടും നിനക്ക്. ആകാശത്തോളം ആഗ്രഹിക്കാത്തല്ലോ. യെസ്. അപ്പൊ അങ്ങനെ അല്ലാതെ വേറെ ഉണ്ട് ആക്ച്വലി. പക്ഷെ ഞാൻ വിചാരിച്ചു, നമ്മൾ നേരത്തെ ഒരു 3 years ബാക്ക് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി വണ്ടികൾ വരും, പുതിയ വണ്ടികൾ വരുമ്പോഴും അത് പ്രീമിയം ആണെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾ അതിനെ കുറിച്ച് ഇരുന്ന് കണ്ട് അത് കൂടുതൽ വീഡിയോസ് കണ്ട് അങ്ങനെ നോക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണെന്നറിയില്ല, കുറച്ച് പ്രായമായോണ്ടാണോ പ്രാക്ടിക്കാലിറ്റി കുറച്ചും കൂടെ നോക്കുന്നോണ്ടാണെന്നറിയില്ല, എടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് ഇപ്പൊ കൂടുതലും നമ്മൾ ആഗ്രഹിക്കുന്നതും അങ്ങനത്തെ വണ്ടികളാണ്. മറ്റേതൊക്കെ പയ്യെ നമ്മളെ പരിപാടികൾ ഷട്ട് ഡൗൺ ചെയ്ത് വെച്ചേക്കും, ആഗ്രഹങ്ങളും പരിപാടികളൊക്കെ. ആഗ്രഹിക്കുന്നതിലും തെറ്റൊന്നുമില്ല, നമുക്ക് എന്താണെങ്കിലും ആഗ്രഹിക്കാനും പറ്റും, ഉണക്കില്ല. പിന്നീട് അപ്പം ഈ ഇവിടുത്തെ ഇന്ത്യയിലെ ഡ്രൈവിംഗ്
കൾച്ചറിനെ കുറിച്ചും കണ്ടീഷൻസിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു നിന്റെ ഒപ്പീനിയൻ എന്താ? ഞാൻ ആക്ച്വലി വേറെ പുറത്ത് പോയേക്കുന്നത് നമ്മള് മലേഷ്യ, തായ്ലൻഡ് അവിടെ മാത്രമാണ് ശരിക്കും പോയിട്ടുള്ളൂ. പിന്നെ കുവൈറ്റിൽ പോയിട്ടുണ്ട്. എനിക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ സ്കില്ലുണ്ടെങ്കിലേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പൊ കുവൈറ്റിലൊക്കെ ചെന്ന ടൈമിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫുള്ള് മറ്റേ ലെയിൻസ് കിടക്കുമല്ല, ലൈൻ കറക്റ്റ് നമ്മൾ ഫോളോ ചെയ്തൊരു സ്പീഡ് ചെയ്ത് ഭയങ്കര മറ്റേ ടേണിങ്സ് പരിപാടികള്, കുഴികള്, ഹമ്പ്, ഇതൊന്നും ഇല്ലല്ലോ അവിടെ. ഇങ്ങനെ പോവല്ലേ നേരെ, സിഗ്നൽ വരും, നിർത്തും. 120 തന്നെ ഇവരിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആംബുലൻസിന് പോകാൻ വേണ്ടി വേറെ സെപ്പറേറ്റ് ട്രാക്ക് തന്നെയുണ്ട്, അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. സോ അതൊക്കെ ഭയങ്കര എക്സൈറ്റ് ചെയ്ത കാര്യങ്ങൾ അതൊക്കെ. നാട്ടിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ആംബുലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പറമ്പ് വഴി കയറി ആള് പോവുള്ളൂ. അപ്പൊ നാട്ടില് പക്ഷെ ഓടിച്ച് പഠിച്ചത് കൊണ്ട് എവിടെ പോയാലും നമുക്കത് വണ്ടി ഓടിക്കാം. പക്ഷേ ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോഴും ജർമ്മനി ആയിട്ടാ കമ്പയർ ചെയ്യുന്നത്. ഇപ്പൊ റോഡ് സയൻസ് ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നമ്മൾ അധികം ഫോളോ ചെയ്യാറില്ല. അങ്ങനത്തെ ചലഞ്ചസ് ഒക്കെ നിനക്ക് എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് ഇപ്പം ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ശരിക്കും റോഡിൽ ലൈൻസ് ഇടുമല്ലോ, ശരിക്കും മറ്റേ യെല്ലോ ലൈൻ അല്ലെങ്കിൽ ഡബിൾ ലൈൻ ഇതൊക്കെ ലൈൻസ് ഇടുമല്ലോ. അത് എന്താ പറയുന്ന ഒരു ചാൻസ് നമുക്കിന് മുമ്പിൽ കിടക്കുമ്പോൾ ആ ടെംപ്റ്റേഷൻ കളഞ്ഞ് ഓവർടേക്ക് ചെയ്യാതെ പോകുന്ന ആൾക്കാർ വളരെ കുറവാണ്. അല്ലെങ്കിൽ അത് ഇച്ചിരി, അല്ലെങ്കിൽ അവന്റെ സ്വഭാവമേ അങ്ങനെ തന്നെ ആണെങ്കിലാണ് അവൻ പയ്യെ അങ്ങനെ പോകുള്ളൂ. കുറച്ച് അത്യാവശ്യം നല്ല കാലം കൊടുത്ത് പോകുന്നവനാണെങ്കിൽ അവൻ അത് എങ്ങനെയെങ്കിലും യെല്ലോ ലൈൻ ആണെങ്കിൽ വണ്ടി ഇല്ലെന്ന് നോക്കിയിട്ട് ആള് പയ്യെ കത്തിച്ച് പെട്ടെന്ന് കയറിപ്പോ. എനിക്കത് കുറച്ച് ഇതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം പുറത്തുള്ളത് ഇവിടെ അതിനുള്ള ഫൈൻസോ പരിപാടികളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, അത്രയും സ്ട്രിക്റ്റ് അല്ലാത്തത് കൊണ്ട്. പിന്നെ ഹൈവേ വരുമ്പോഴത്തേക്ക് ക്യാമറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നേക്കാം. അങ്ങനെ അപ്പം ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ഓടിച്ചോണ്ട് പോകുമ്പോ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ ഒരു തേങ്ങ വീഴാ, എന്ത് വേണേലും സംഭവിക്കാന്ന് അറിയില്ല. നമ്മൾ എപ്പോഴും ശ്രദ്ധയോടെ ഇരിക്കണമെന്ന് അറിയില്ലേ. അപ്പൊ അത് പക്ഷെ അത് ആദ്യത്തെ 1-2 കൊല്ലം ഓടിച്ച് പഠിക്കുമ്പോൾ മാത്രമാണ് ബുദ്ധിമുട്ടുള്ളൂ. പിന്നെ നമ്മൾ യൂസ്ഡ് ആവുമെന്ന് അറിയില്ല എല്ലാ ഇതിനകത്ത്. പിന്നെ അങ്ങനെ ശ്രദ്ധ അത്രയ്ക്കങ്ങ് ഇല്ല. അങ്ങനെ നമുക്കറിയാം ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് പോകുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് എങ്ങനെയാണെന്ന് പറയാം, നമ്മൾ ജർമ്മനിയിൽ നിന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് നേരെ എയർപോർട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കാനുള്ള ആക്രാന്തത്തിന്റെ പുറത്ത് നേരെ വണ്ടിയിലോട്ട് കയറും. അപ്പത്തേക്ക് ഈ ട്രാഫിക്കും അത് ഇത് കിടപ്പത്തേക്ക് എനിക്ക് മൊത്തത്തില് വെപ്രാളമാണ്. അയ്യോ അവരെ പിടിക്കാൻ വരുന്നു. അതായത് നമ്മള് നല്ല വിശാലമായിട്ട് പൊക്കോണ്ടിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് ആൾക്കാർ വരുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനെ ഒരു ജർമ്മനിയും കേരളവും നല്ല എക്സ്ട്രീം പോയിന്റ്സ്. ആൾക്കാരൊക്കെ ട്രോൾ ചെയ്യായിരിക്കും. ആ ഒരു കമ്പാരിസൺ എനിക്ക് എപ്പോഴും. എനിക്ക് പക്ഷേ ജർമ്മനിയിൽ ആക്ച്വലി എന്റെ അടുത്ത് പോയിട്ടുള്ളവർ പറഞ്ഞിട്ട് അവര് മറ്റേ നമുക്ക് ഭയങ്കര ലോങ് ആയിട്ട് റോഡ്സ് കിടക്കില്ലേ, വണ്ടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും, സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത. അപ്പൊ അത് ആക്ച്വലി ഞാൻ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്തത്. ഞാൻ എന്റെ 2 ഫ്രണ്ട്സോട് കൂടിയിട്ട് നമ്മള് ഇവിടെ പോയി, ഋഷികേശ് പോയി ബഞ്ചി ജമ്പ് ചെയ്യാൻ വേണ്ടി. അപ്പൊ അന്നേരം ഇവിടുന്ന് നമ്മൾ പോളോയ്ക്ക് പോയി 1.5 പോളോയ്ക്ക്. അപ്പൊ ആ ടൈമില് എന്തായിരുന്നു പറഞ്ഞ ഋഷികേശ് പോയ കാര്യം. അല്ലാതെ എന്തിനാണ് നമ്മൾ പറഞ്ഞോണ്ട്. അപ്പൊ ഞങ്ങളിങ്ങനെ ഒരു തവണ ഋഷികേശ് പോയി. ഋഷികേശ് പോയ ടൈം ഞങ്ങൾ 2-3 ഫ്രണ്ട്സ് കൂട്ടിയിട്ട് പോയതാ. 1.5 പോളോയ്ക്കകത്ത് പോയി. അപ്പൊ അതില് നമ്മൾ പോയപ്പോ മറ്റേ ഇവിടെ ആഗ്രയിൽ ഡൽഹിയിലേക്ക് കണക്ട് ചെയ്യുന്ന മറ്റേ യമുന എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. അവിടെ നമ്മളത് പോളോയിൽ ഫുള്ള് ചവിട്ടി പിടിച്ച് 200 ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് അതിന്റെ മാക്സിമം അത്രേ അത് വരുവുള്ളൂ അതിന്റെ അകത്ത്. അങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത ഒറ്റ റോഡ് അത് മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനെ ലോങ് ആയിട്ട് ഒരു 100 കിലോമീറ്റർ അങ്ങാണ്ട് കിടക്കുക, ആഗ്ര ടു ഡൽഹി കിടക്കുക ഫുള്ള് പോകാൻ വേണ്ടി. എനിക്ക് വണ്ടി എന്താ പറയുന്നത് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന റോഡുകൾ വേറെ ഇല്ല. അപ്പൊ അത് ജർമ്മനിയിലൊക്കെ അത് ഓട്ടോമാറ്റിക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പോവാം. ഇതിപ്പം നമ്മുടെ ഏലൂരിന്റെ മോട്ടിവേഷൻ കൊണ്ട് ഈ വണ്ടി വരെ ഏകദേശം ക്ലോസ് ടു സ്പീഡിലൊക്കെ എസ്ക്രോസ് ആക്ച്വലി ഞാൻ ടോപ്പ് സ്പീഡ് കയറ്റിയിരിക്കുന്നത് 165 ആ ഒരു 170ലേക്ക് ഇങ്ങനെ അടുപ്പിച്ചെത്തിച്ചിട്ടുണ്ട് ആളെ. അത് ഇവിടെ വേളാങ്കണ്ണി പോയപ്പം ഇത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല. പിന്നെ കൊടൈക്കനാൽ പോയപ്പോ പക്ഷെ അത്ര എനിക്ക് കിട്ടിയില്ല. പക്ഷെ വേളാങ്കണ്ണി പോയപ്പോ നല്ല സ്ട്രെയിറ്റ് നല്ല അടിപൊളി റോഡ് കിട്ടി. എനിക്ക് ഇത് അത്യാവശ്യം ടോപ്പ് സ്പീഡ് ഒക്കെ കയറ്റിയാൻ പറ്റിയത് മറ്റേ നമ്മുടെ പളനി കൊടൈക്കനാൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പളനി പൊള്ളാച്ചി റോഡില്ല, ആ റോഡ് സ്ട്രെയിറ്റ് റോഡാണല്ലോ. അവിടെ എനിക്കും അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ഓടിക്കാൻ പറ്റിയിട്ടുണ്ട്. എത്ര കയറി പുറത്തുറങ്ങാൻ പറ്റില്ല. അത്യാവശ്യം ഇവിടെ വരെ കയറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് എസ്ക്രോസിന്റെ ഓണർഷിപ്പ് എക്സ്പീരിയൻസും മൊത്തത്തിലുള്ള ഡ്രൈവിംഗിന്റെ കാര്യങ്ങളും. അപ്പം
പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ 1.6 ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു, പക്ഷെ എനിക്ക് 1.3 എടുത്ത ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തെന്ന് പറഞ്ഞില്ലേ. പക്ഷെ നമ്മൾ കുറച്ച് നാൾ ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതിന് ഇത്ര പവർ ഉള്ളോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമ്മള് അത്യാവശ്യം നല്ലപോലെ ഡൗൺ ഒക്കെ ചെയ്ത് കാലം എടുത്ത് വിട്ട് കഴിഞ്ഞാൽ വണ്ടി നല്ലപോലെ അങ്ങ് പിക്കപ്പ് ചെയ്ത് കയറി പൊക്കോളും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ബേസിക്കലി നമ്മൾ 10 വർഷവും യൂസ് ചെയ്യുന്നത്. ശരിക്കും ട്യൂണൊക്കെ ചെയ്യാനാണെങ്കിലും ഐഡിയലി പറയുന്നത് എന്താണെന്നറിയാം, അതായത് നമ്മള് സ്റ്റോക്ക് ആയിട്ടുള്ള വണ്ടി ഓടിച്ച് കുറച്ചൊന്ന് മടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ആ വണ്ടിനെ പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്തു, ഇനി നമുക്ക് എന്തെന്നുള്ളൊരു പോയിന്റ് എത്താൻ നേരത്ത് ഒരു മാപ്പ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ അതിനകത്ത് പെർഫോമൻസ് അപ്ഗ്രേഡ് ആണെങ്കിൽ ചെയ്താൽ മതി എന്നുള്ളൊരു അതാണ് ഒരു ഐഡിയൽ അപ്രോച്ച് എന്നാ പറയുന്നത്. നിന്റെ കേസിൽ നീ 10 വർഷമായിട്ട് ഓടിച്ചു, ഇനി നിനക്ക് ഇനി അതിപ്പോ മാറണം, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടി ഒരു പവർ എന്തെങ്കിലും പുഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി യു കെൻ ഗോ വിത്ത് ട്യൂൺ. ടയേഴ്സ് ഒക്കെ ഒന്ന് കുറച്ചൊന്ന് മാറ്റി ട്യൂൺ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഗെറ്റ് എ ഗുഡ് സെറ്റ് ഓഫ് ടയേഴ്സ്. കുറച്ചുകൂടെ സ്റ്റിക്കർ ആയിട്ടുള്ള നല്ല ടയേഴ്സ് മേടിച്ചിട്ട് ബ്രേക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുക. പിന്നെ എയർ ഫിൽട്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഒരു മാപ്പ് മേടിച്ചിടുന്നതായിരിക്കും ഐഡിയൽ. അഗെയിൻ എന്റെ ഒരു അഡ്വൈസ് പ്രകാരമാണെങ്കിൽ ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്നത് നല്ലത്. അതായത് ഇപ്പൊ നീ ഇപ്പം ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വണ്ടി കുറച്ച് ദിവസം ഓടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ഇഷ്യൂസ് ഒന്നും ഇല്ല ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ആവും. ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ റെക്ടിഫൈ ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്ത് കഴിഞ്ഞുള്ള പ്രശ്നം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് ഇഷ്യൂ വന്നതെന്ന് നമുക്ക് മനസ്സിലാവാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്പെൻഡ് ചെയ്ത് വണ്ടി അടിപൊളിയാക്കി മോഡിഫിക്കേഷനിലേക്ക് ബാക്കി മെയിൻ സാധനങ്ങളിലേക്ക് പയ്യെ പോകുന്നതായിരിക്കും ഐഡിയൽ. അപ്പം ഇതിനെ നമുക്കൊരു പോഡ്കാസ്റ്റ് ആയിട്ട് കൂട്ടാം അല്ലേ? ഇതിനൊരു പോഡ്കാസ്റ്റ് ആയിട്ട് കൂട്ടാം. അപ്പം താങ്ക്സ് അലോട്ട് ജോർജ്, താങ്ക്സ് അലോട്ട് ഫോർ കമ്മിങ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാപ്പി മോട്ടറിംഗ്. ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം കേട്ടോ.